ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിരിക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശൻ്റെ ബാറ്റർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് ഇതുപോലെ ഓരോ കയ്യിൽ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ നല്ലോണം പരത്തണ്ട, അതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ മസാല അതിൻ്റെ മുകൾക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകൾക്ക് ഇതുപോലെ തന്നെ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതെന്തായാലും ഒഴിച്ചു കൊടുക്കണം, നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊന്ന് ആയി വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തിരിച്ചിട്ടതിന് ശേഷം കുറേ സമയം വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പം തന്നെ അത് നമുക്ക് എടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ദോശ റെഡി ആയിക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടോ. കറിയും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ഈ ഒരു ഉള്ളിൻ്റെ മസാല ഉണ്ടെങ്കിൽ തന്നെ ഈ ദോശ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള ദോശയും കൂടിയും ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണ ചട്നി ഉണ്ടല്ലോ, പച്ചമുളക് ഇട്ടിട്ട് അരക്കണേ, ആ ഒരു ചട്നിയും കൂടി റെഡിയാക്കിയിട്ട് എടുത്തുക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ദോശ കഴിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിനക്ക് കറിയൊന്നും ആവശ്യമില്ല, ആ ഒരു ദോശ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്ക് മീൻ മത്തിയാണ് കേട്ടോ, ചെറിയ മത്തി ഉണ്ടല്ലോ അതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുന്ന് വെച്ചിക്കണേ. ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യും വേണം, പിന്നെ അതൊന്ന് കറി വെക്കും വേണം. അപ്പോൾ ഇന്ന് മത്തി കൊണ്ടുള്ളൊരു വെറൈറ്റി കറിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു മൺചട്ടിക്ക് ഞാനൊരു 4 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ചതച്ചുകൊണ്ടുവരിക. ഇനി നമ്മൾ ആ ചതച്ച് കൊടുത്തിട്ടുള്ള ഒരു ഉള്ളി നമ്മൾ ആ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു മസാല ഒക്കെ കൂടി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്പി എടുത്താലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ്. ആ ഒരു തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലോണം കൈ വെച്ചിട്ട് ഞെരടിയിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിയിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നല്ല വെള്ളം പോലെയുള്ള കറിയല്ല, കുറച്ചൊരു തിക്കായിട്ടുള്ള കറിയാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഗ്യാസ് മിൽക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ട് ആ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ട് വരണം കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ മീൻ ചേർത്ത് കൊടുത്തിക്കണേ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഈ ഒരു മീനൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ കറിയൊക്കെ തിളച്ച് മീനൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണേ. ഈ ഒരു ടൈമിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഓയിലും കാര്യങ്ങളൊന്നും നേരത്തെ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ ഒരു മീനൊന്നും ഉടയാത്ത തരത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ അടിപൊളിയൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ചോറിൻ്റെ കൂടെ ബാക്കി എല്ലാ കാര്യത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇന്ന് വാഴക്കുപ്പേരിയാണ്. അപ്പോൾ അതൊന്ന് തൂമിച്ചിട്ട് എടുക്കും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടിയും കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും കഴുകിയെടുത്തിട്ട് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടട്ടെ. ഇപ്പോൾ കുറച്ച് ഗ്രോസറി വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തു വെക്കാനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട് ഗ്രോസറിയിൽ നിന്നാണ് കേട്ടോ അധികം ഗ്രോസറി ഐറ്റംസ് മേടിക്കൽ. അപ്പോൾ ഈ ഒരു എലൈറ്റിൻ്റെ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബനാന ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഡേറ്റ്സ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബനാനയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇതാ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ പിന്നെ വലിയ ജീരകം, കടുക്, ചിക്കൻ മസാല, മീറ്റ് മസാല, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് പിങ്ക് സോൾട്ടാണ് കേട്ടോ. ടാറ്റൻ്റെ പിങ്ക് സോൾട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സോൾട്ട് മേടിക്കണത്. നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കണേ. സാധാരണ നമ്മൾ സാധാ ഉപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇത് ശർക്കരൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 രൂപക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടും. ചിലപ്പോൾ ഷുഗർ ആയിരിക്കും, അല്ലെങ്കിൽ കോഫി ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ജാഗരി പൗഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഗ്യാസ് മേൽക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനി കിച്ചണ് ജസ്റ്റ് ഒന്ന് അടിച്ചോരും കൂടി ചെയ്യാണ് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതങ്ങനെ അടിച്ചോരും കൂടി ചെയ്യാണ്. പിന്നെ ഈ ഒരു കിച്ചൺ മാറ്റ് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തിട്ട് വരുത്തിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു കളറും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കിച്ചൺ മാറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.